നിഴലിൽ ശരണം തരും, വഴിയിൽ തളരാതെ പാലിച്ചിടും. ചിറകിൻ നിഴലിൽ ശരണം തരും, ദിനവും പുതുമന്ന നൽകിത്തരും. അത്ഭുതനേശു അരികിലുണ്ട്, ദിനവും പുതുമന്ന നൽകിത്തരും. അത്ഭുതനേശു അരികിലുണ്ട്, ചിന്താകുലങ്ങൾ വേണ്ട, വല്ലഭനരികിലുണ്ട്. ഭാരങ്ങളൊന്നും വേണ്ട, കരുതുന്ന നാഥനുണ്ട്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകും. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. സ്വർഗ്ഗപിതാവേ, നന്ദിയോട് സ്തോത്രം. കരുണയുള്ള ദൈവമേ, നന്ദിയോട് സ്തോത്രം. മനസ്സറിവിന്റെ ദൈവമേ, നന്ദിയോട് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമേ, നന്ദിയോട് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമേ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയാഗമായി തന്ന സ്വർഗ്ഗപിതാവേ, നന്ദിയോട് സ്തോത്രം. അവസാനത്തുള്ള രക്തം വരെ ഞങ്ങളുടെ പാപത്തിന്റെ ഊറ്റി തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ദൈവമേ, നന്ദിയോട് സ്തോത്രം. ദൂരസ്ഥരായിരുന്ന അടിയങ്ങളെ സമീപസ്ഥരാക്കി തീർത്ത ദൈവമേ, നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളുടെ സകല അകത്യങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച്, നിന്റെ മക്കളെ വാശുളമാക്കത്തത് പുത്രത്തിന്റെ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്ന ദൈവമേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. കാട്ടൊലിവായിരുന്ന അടിയങ്ങളെ നല്ല ഒലിവോടോട്ട് ചേർത്ത ദൈവമേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. രബരാദരാല രക്ഷന്തര ഖദരാല രൗഷാദരല രംബരാദരാല രൗഷാദരല. യേശുവിന്റെ രക്തത ഞങ്ങൾക്ക് വിജയമുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിലെ രോഗബന്ധന ശക്തികൾ അഴിഞ്ഞു മാറും, യേശുവിന്റെ നാമത്തില് എല്ലാ പോരാട്ടങ്ങളും മേൽ ഞങ്ങൾ ജയമെടുക്കാൻ യേശുവിന്റെ രക്തത ഞങ്ങൾക്ക് വിജയമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ചാട് ഞങ്ങളുടെ നോട്, ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ ബോധം, ഞങ്ങളുടെ ഹൃദയത്തിൽ വിചാരിച്ചിന്റെ ഒരു സാവകാശം കൂടെ ദൈവം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ ജീവോത്സവമായിട്ട് വഴി നടത്തിയ ദൈവം നമ്മളെ മേലാലും വഴി നടത്തുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാത്തിനും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. ഈ സന്ധ്യാസമയം കർത്താവിന്റെ പാദങ്ങളിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട്, അവന്റെ ഹിതം മനസ്സിലായിക്കൊണ്ട് സ്തോത്രം, അവന്റെ വാക്കിന് വല ഇറക്കുവാൻ കൃപ പ്രാപിപ്പാന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ സന്ധ്യാസമയത്ത് എന്നെ കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ള മനസ്സിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ വസിക്കുന്നു. സ്തോത്രം. ഈ രാത്രി സമയം കർത്താവിന്റെ പാദത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, മനസ്താപവും മനോവിനയമുള്ളവരുടെ വസിക്കുന്ന ഒരു യഹോവയാണ് നാം സേവിക്കുന്നത്. ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ സമയം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ക്രിസ്റ്റോ ചെറിയാൻ ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബ്രദർ ക്രിസ്റ്റോ ചെറിയാൻ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ
ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടി മറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ മനോവേദകൾ നീ എന്നും കണ്ടു. മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവേദകൾ നീ എന്നും കണ്ടു. മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരുതലിൽ വഹിച്ചവനെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. Praise Lord. Hallelujah. Thank you, Brother Christo. Hallelujah. സ്തോത്രം. വന്ന വഴികള് ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളില് ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങള് സ്തോത്രം. ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമ്മളെ വഴി നടത്തിയില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വഴി നടത്തിയ ദൈവം മേലാലും വഴി നടത്തുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. നന്ദിയോടുകൂടെ ദൈവസ്ഥനെ നമുക്കായിരിക്കാം. സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ഏതെങ്കിലും വിഷയത്തിന്മേൽ നമ്മൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ കഴിഞ്ഞ നാളുകളില് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം
തന്നെ കാത്തിരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ വഴി നടത്തിയ ദൈവം, അവൻ നമ്മളെ മേലാലും വഴി നടത്തുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ സംസാരിക്കുമ്പോൾ ദൈവാത്മാവിൽ സംസാരിപ്പാൻ അതേ നമുക്ക് ഏവർക്ക് അനുഗ്രഹമായി തിരുവാൻ നിൽക്കണം. സ്തോത്രം. വചനത്തിലെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പറഞ്ഞു തരുവാൻ കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ ദൈവം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ശരീരാത്മകളെ ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ അനേകർക്ക് തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം വീണ്ടും സഹായിപ്പാൻ കുടുംബാട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയെ വഹിച്ചുകൊണ്ട് കർത്തദാസനെ വഹിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്. ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവേ, പിതാവേ എന്ന് വിളിപ്പാൻ ഭൂമിയുടെ മുഖത്തൊരു സാവകാശം കൂടി നൽകി തന്നു ഓർത്തു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഓർത്തു നന്ദിയോടെ സ്തോത്രം. ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ വചനം പഠിക്കുവാൻ കർത്താവേ, എന്റെ ദൈവമേ, പല സ്ഥാനങ്ങളിൽ പല ഭവനങ്ങളിൽ കർത്താവേ, ഏകമനസ്സോടെ ഒരുമനയോടെ കർത്താവേ, ഹല്ലേലൂയ, ഏകാഗ്ര ഹൃദയത്തോടെ അടുത്തു വന്നിരിക്കുന്ന കർത്താവേ, ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് സഹായിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പാട്ട് പാടിയ ദൈവദാസനെ കുടുംബമായി കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവോചനം ദൈവമേ ഞങ്ങളോട് കർത്താവേ, ഹല്ലേലൂയ, വിളിച്ചറിയിപ്പാൻ കർത്താവേ, എന്റെ കർത്താവേ, ഹല്ലേലൂയ, ദൈവദാസൻ കർത്താവേ ദൈവമേ ഇപ്പോൾ കടന്നു വരുമല്ലോ കർത്താവേ. ദൈവദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, ശരീരാത്മദേഹികളെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ കർത്താവേ. അവിടുത്തെ നാവോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങൾ മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം തന്നെ കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അത് കേൾക്കുന്നവരായ ഞങ്ങൾക്ക് കർത്താവേ, ഹല്ലേലൂയ, ഈ വചന പഠനം കർത്താവേ ദൈവമേ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിത്തീരുവാൻ കർത്താവേ സഹായിക്കണമേ. ഈ വചനപഠനം അനേരെ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ, ദൈവ വിടുതൽ നടക്കുവാൻ, ദൈവശക്തി ലഭിക്കുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ അനേക പ്രാർത്ഥനാ വീരൻ കർത്താവേ ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. എന്റെ യേശുവേ, ഈ ഇന്നത്തെ വചനപഠനം ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദാസനെ കുടുംബമായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും എല്ലാം കേട്ടിരിക്കുക. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വചനപഠനത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഉയരത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സെക്രിയ പ്രവചനം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ സ്തോത്രം, ഈ വേദപഠനം ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും സെക്രിയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 7-ാം അധ്യായം മുഴുവനും വായിച്ച് സഹായിപ്പാൻ അപേക്ഷിക്കുന്നു. സ്തോത്രം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ഹെൽദായി, തോബിയാവ്, യദായാവ് എന്നീ പ്രവാസികളോട് വാങ്ങുക. അവർ ബാബേലിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന സഫന്യാവിന്റെ മകനായ യോശിയാവിന്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലേണം. അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും.
അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. ആ കിരീടമോ ഹേലേം, തോബിയാവ്, യദായാവ്, സെഫന്യാവിന്റെ മകനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിങ്കൽ പണിയും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും. ദാര്യാവേശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ ലിസേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സെക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബേതേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരേസിനെയും മേലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെ അല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്? യെരുശലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിലെ താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ? യഹോവയുടെ അരുളപ്പാട് സെക്കരിയാവിനുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തരും താൻ താന്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരന് നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാനൊരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമോ ആരും പോക്കുവരത്തില്ലാതെ വണ്ണം അവരുടെ പിൻപിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകിയ ദിവ്യ വചനങ്ങൾക്കായി സ്തോത്രം. അതിൽ നിന്ന് സംസാരിപ്പാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഏഴകൾക്ക് കൃപ തരണമേ. അവിടുത്തെ ആത്മാവിനെ വിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. പരിശുദ്ധ ആത്മാവ് ഞങ്ങളോടുകൂടെ വസിച്ച് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ മേൽ, ഓർമ്മയിന്മേൽ, ഞങ്ങളുടെ ചിന്തകളിന്മേൽ വ്യാപരിച്ച് അവിടുത്തെ ഹിതകരമാവണ്ണം പഠിക്കുവാനും പഠിപ്പിക്കുവാനും കൃപ തരികയും വചന കേൾവിയിൽ പഠനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും തിരുനാമം അതുക്കത്തിന് അത് കാരണമായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ചു തരുന്നു യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സക്രിയ പ്രവചനം 6-ാം അധ്യായം ആണ് നാം ഇന്നലെ അതിന്റെ 12-13 വാക്യങ്ങളാണ് ചിന്തിച്ചത്. ഈ വേദഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ കൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന തന്റെ 1-ാമത്തെ നില 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. ദാസമുളയാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, ദാസമുളയാകുന്ന ക്രിസ്തുവിനെ പറ്റി തന്റെ 1-ാമത്തെ നിലയാണ്, ഹല്ലേലൂയ സ്തോത്രം, യിശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. അതാണ് ഇന്നലെ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ ദാസമുളയിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുളച്ചു വന്നേ, ഹല്ലേലൂയ സ്തോത്രം, തന്റെ പുനരുത്ഥാന ശക്തിയിൽ, ഹല്ലേലൂയ തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പണിയുവാൻ പോകുന്ന ആലയത്തിന്റെ സമൃദ്ധിയും, ഹല്ലേലൂയ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹവുമാണ് 12-13 വാക്യങ്ങൾ സംക്ഷിപ്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ചിന്തിച്ചു വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാചകത്തിൽ നാം പറഞ്ഞാൽ, ത്യജിക്കപ്പെട്ടവനായ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടവനായി വന്ന് യഹോവയുടെ മന്ദിരം പണിയുന്നു. ഇതാണ് 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. സക്കറിയ പ്രവചനത്തിന്റെ പഠനത്തിന് അത് ഭാവി കാലത്ത് നമുക്ക് അനുഗ്രഹമാകയാൽ, ഹല്ലേലൂയ സക്കറിയ പ്രവചനം 9-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ത്യജിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് കാണുന്നത്. 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെയാണ് നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ 30 വെള്ളിക്കാശിനെ ഒരു ദാസനെ പോലെ വിറ്റതായ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദാസവില കൊടുത്ത് വിറ്റതായ, ഹല്ലേലൂയ സ്തോത്രം, യഹൂദന്മാർ ക്രൂശിച്ചതായ ത്യജിക്കപ്പെട്ട ക്രിസ്തു, ഹല്ലേലൂയ അവരുടെ മശിഹ തേജസ്കരിക്കപ്പെട്ടവനായി ഇറങ്ങി വന്ന് യഹോവയുടെ ആലയം പണിയുന്നു. ഹല്ലേലൂയ ആലയം പണിയുന്ന അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ളതായ ടെർമിനോളജിയാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത്. മുള എന്ന പേരുള്ള പുരുഷനുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, അതാണ് ഇന്നലെ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം വീണ്ടും ഇടയായി തീർന്നത്. രണ്ടാം മനുഷ്യനായ ക്രിസ്തു, ഹല്ലേലൂയ ഒന്നാം മനുഷ്യൻ ആദാം. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് രണ്ടാം മനുഷ്യൻ എന്ന് പറയുന്നു, അവസാന ആദാം എന്ന് പറയുന്നു? ഇതാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവശാസ്ത്രപരമായും, ഹല്ലേലൂയ പ്രാവചനികമായും ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇന്നലെ ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. യഹോവയായ ദൈവം മനുഷ്യനെ അവിടുത്തെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ഫെലോഷിപ്പ്. അതാണ് ദൈവം എപ്പോഴും ആഗ്രഹിച്ചത്. ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 21 വരെ വായിക്കുമ്പോൾ അതാണ് കണ്ടൻസ് ആയിട്ട് ദൈവവചനത്തിൽ നിന്നും ഒരു ദൈവ പൈതൽ പഠിക്കേണ്ടത്. ഇൻഫാക്ട് ഏത് മനുഷ്യനും ദൈവവചനം പഠിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് മനുഷ്യനുമായി ഒരു കൂട്ടായ്മ കൊതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞ് അവസാനിച്ചുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം, അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനം, ഹല്ലേലൂയ കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും മനുഷ്യനെ ഈ ദൈവിക കൂട്ടായ്മയിൽ നിന്നും ദൈവിക ബന്ധം വിടുവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാത്താന്റെ വലിയ ലക്ഷ്യം. സാത്താൻ, ഹല്ലേലൂയ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും, ഹല്ലേലൂയ, അനേക മനുഷ്യരും അവന്റെ ചതി വലയിൽ വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയാൽ നാം കാണുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ പോലും അങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗാഡ് ഇൻ മൈ ലൈഫ്? ദൈവത്തിന് എന്റെ ജീവിതത്തിലുള്ള ഉദ്ദേശം എന്ത്? പരമപ്രധാനമായ ഉദ്ദേശം, ഹല്ലേലൂയ, ദൈവ കൂട്ടായ്മയിൽ നാം ആയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നമ്മെ പറ്റി പറയുന്നത്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് പറയുന്നില്ല, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, ഫ്രണ്ട്സ് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാടാറുണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ആത്മസഖി യേശുവേ എന്ന് മലയാളത്തിൽ പാടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ വലിയ സഹിത്വമാണ് കർത്താവെ കൊതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ സഹിത്വത്തിൽ നിന്നും
പാപം മുഖാന്തരം ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപത്തിലേക്ക് വീണ് മരണത്തിന് അടിമയായി പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം കൊതിക്കുന്നത്, പുറപ്പാട് പുസ്തകം 25:8 ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരം ഉണ്ടാക്കിയതിന്റെ പരമപ്രധാനമായ കാര്യം അവരുടെ നടുവിൽ ദൈവം വസിക്കുക, തന്റെ ജനത്തോടു കൂടെ വസിക്കുക. ഹല്ലേലൂയ, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുകൂടെ വസിക്കുവാൻ കൊതിയുള്ളതുപോലെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവത്തിനെ, നമ്മുടെ രക്ഷകനെ, നമ്മുടെ സ്വർഗീയ പിതാവിനെ നമ്മളോടുകൂടെ വസിപ്പാൻ വലിയ കൊതിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവിക കൊതിയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും മനുഷ്യനെ തെറ്റിച്ച് ഹല്ലേലൂയ മുടിയൻ പുത്രൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നത് പോലെ നമ്മെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് സാത്താന്റെ പദ്ധതി. അതിനുള്ളതായ എല്ലാ തന്ത്രങ്ങളും ദുഷ്ടതകളും പാപ വഴികളും സാത്താൻ മനുഷ്യരിൽ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം അവരുടെ മധ്യത്തിൽ വസിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ഒരു സന്ദർഭത്തിൽ ഹല്ലേലൂയ സമാഗമന കൂടാരം മാറ്റി അടിക്കേണ്ടി വന്നു. കാരണം പാപം മുഖാന്തരം. ഹല്ലേലൂയ സ്തോത്രം. അത് മോശയിക പഞ്ചകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അത് വീണ്ടും ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷം സമാഗമന കൂടാരം മടക്കി ഹല്ലേലൂയ വീണ്ടും പാളയത്തിന്റെ നടുവിൽ കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് വന്നിട്ട് ശീലോവിലാണ് അത് ആദ്യം അടിച്ചിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ശീലോവിൽ പാപം നിറഞ്ഞതിനാൽ ദൈവ സാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയും ഏലിയുടെ കാലത്ത് തന്റെയും തന്റെ മക്കളുടെയും പാപം നിമിത്തം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഫെലിസ്ത്യരാൽ പിടിക്കപ്പെടുകയും ഹല്ലേലൂയ ശീലോവിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ പ്രവാചകനായ യിരെമ്യാവ് അത് നല്ലവണ്ണം പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരം നാം ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നാം ഉറക്കെ പാടിയത് കൊണ്ടോ അത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നല്ലവണ്ണം പ്രാർത്ഥിക്കണം, അത്യാവശ്യമാണ്. എന്നാൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ആളുകളെ ഞാൻ വിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളോടുകൂടെ വസിക്കാൻ ഒക്കുകയുള്ളൂ. ആളുകളെ സ്തോത്രം. ഒരു പെർഫെക്റ്റ് ലൈഫ് നമുക്ക് ആർക്കും ഒക്കത്തില്ല എങ്കിൽ തന്നെയും ദൈവത്തിന്റെ ഹിതപ്രകാരം രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് എപ്പോഴും കർത്താവിനോട് അടുത്ത് ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. പിന്നെ യെരുശലേമിലായിരുന്നു ആരാധന. ശീലോവിൽ നിന്നും ആരാധന ദാവീദിന്റെ കാലത്ത് യെരുശലേമിലേക്ക് വന്നു. നിയമപ്പെട്ടകം അവിടെ കൊണ്ടുവന്നു. ശലോമോന്റെ കാലത്തെ അവിടെ ദൈവത്തിന്റെ ആലയം പണിതു. അവിടെ ദൈവ തേജസ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ജനം പാപം ചെയ്തതിനാൽ ആ ആലയം നഷ്ടപ്പെട്ടു. അവർ ബാബേലിലേക്ക് പോയി. മടങ്ങി വന്ന് സെരുബാബേൽ ആലയം പണിയുമ്പോഴാണ് ഈ ദൂതുകളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ സെരുബാബേലിന്റെ കാലം കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഹേരോദാവ് ആലയത്തെ പുതുക്കി പണിതെങ്കിലും അത് കള്ളന്മാരുടെ ഗുഹയായിരുന്നുവെന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ AD 70 അവരുടെ ആലയം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്താണ്? മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ട് നിലനിന്ന് ജീവനുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള ആരാധന ഹല്ലേലൂയ സ്തോത്രം നടത്തുവാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ നടന്നു എന്ന് വന്നേക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ ഹല്ലേലൂയ ദീർഘമായി ഒരാരാധന നടത്തുവാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ വാഗ്ദത്തം മനുഷ്യനുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന്. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതിയായ യേശുരക്ഷകൻ ഭൂമിയിലേക്ക് വന്നേ. ഹല്ലേലൂയ. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നേ. ഹല്ലേലൂയ. സർപ്പത്തിന്റെ പഴയ പാമ്പായ പിശാചിന്റെ തല തകർത്ത് ഹല്ലേലൂയ സ്തോത്രം
കർത്താവ് നമ്മെ ഹല്ലേലൂയ മരണത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു. ഇന്നലെ നാം ചിന്തിച്ചു കർത്താവ് പണിത ഒന്നാമത്തെ ആലയം അവിടുത്തെ ഉയർപ്പിന്റെ ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. 3 ദിവസം കൊണ്ട് ഞാൻ ഹല്ലേലൂയ ഈ ആലയം പൊളിപ്പിൻ ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. അതാണ് കർത്താവായ യേശുക്രിസ്തു പണിതത്. വീണ്ടും നമ്മെ പറ്റി പറയുന്നത് കൊരിന്ത ലേഖനത്തിൽ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവസഭ ഇൻഡിവിജ്വലായിട്ട് നാം ദൈവത്തിന്റെ ആലയം, ദൈവസഭ ദൈവത്തിന്റെ ആലയം. ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. ആകയാൽ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ഹല്ലേലൂയ ദൈവം വസിക്കത്തക്കവണ്ണം വിശുദ്ധിയോടെ ഭക്തിയോടെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇവിടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെയും നടക്കാത്തതായ ഒരു കാര്യം, തേജസ്കരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് മഹത്വത്തിൽ വരുമ്പോൾ കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുകയും പഴയ പാമ്പായ സാത്താനെ അഗാധകൂപത്തിന്റെ ഇരുട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഇട്ടതിനു ശേഷം അവിടുന്ന് മഹത്വപൂർണമായ ഒരു ആലയം പണിയും. ഈ ആലയത്തെ പറ്റിയാണ് ഇവിടെ തന്റെ നിലയിൽ നിന്നും മുളച്ചു വരുന്ന ആലയം. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാണ്. 3 കാര്യങ്ങൾ ഈ ആലയത്തിൽ വളരെ ശ്രേഷ്ഠമായി കാണുവാൻ സാധിക്കും. 1 ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മഹത്വം, 2 ദൈവത്തിന്റെ ശക്തി, 3 ദൈവത്തിന്റെ സാന്നിധ്യം. ഈ 3ഉം ഒന്നുപോലെ വ്യക്തമായി വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഹല്ലേലൂയ ഒരാലയം ഇനിയും വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ 12ാം വാക്യത്തിൽ. തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്നിട്ട് യഹോവയുടെ മന്ദിരം പണിയും. ഭക്തശിരോമണികൾ പഴയ നിയമകാലത്തെ ഇങ്ങനെ ഒരാലയം പണിയുമെന്ന് ശലോമോന്റെ ആലയം നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. യിശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ അന്ത്യകാലത്തോ ഹല്ലേലൂയ സ്തോത്രം യഹോവയുടെ ആലയമുള്ള പർവ്വതം മനോഹരവും ഹല്ലേലൂയ വിശുദ്ധവുമായിരിക്കും, ജാതികൾ അതിലേക്ക് ഒഴുകി വരും, സമാധാനപൂർണമായിരിക്കുമെന്നൊക്കെ യിശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ 2-3 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 60-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ കാണുവാൻ സാധിക്കുന്നു. മീഖാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഹഗായി പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഹല്ലേലൂയ പഴയ നിയമം ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ ദൈവം എന്തൊന്ന് മനുഷ്യനിൽ നിന്ന് കൊതിച്ചുവോ അത് ഇതുവരെയും സാധിപ്പിക്കാതെ, പൂർണ്ണമായി സാധിപ്പിക്കാതെ സാത്താൻ തകർത്ത് മാനവജാതിയെ ഇല്ലാതാക്കി ഇട്ടിരുന്നതിനെ തടസ്സം ചെയ്തുകൊണ്ട് മനുഷ്യമുള അഥവാ പുരുഷമുള എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഹല്ലേലൂയ സ്തോത്രം. 2-ാം മനുഷ്യനായ ക്രിസ്തു ഹല്ലേലൂയ സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് എന്തോ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചുവോ അത് അവിടെ നിന്ന് പൂർണ്ണമായി നിവർത്തീകരിക്കുന്നതാണ് ഈ 12-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആത്മീകമായി നമുക്ക് മനസ്സിലാകുവാനായിട്ടുള്ളത്, സാത്താൻ നമ്മെ തകർത്ത് ഇല്ലാതാക്കുവാൻ രോഗങ്ങളിട്ട്, ബന്ധനങ്ങളിട്ട്, പാപങ്ങളിട്ട്, വീഴ്ചകളിട്ട്, തകർച്ചകളിട്ട് നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ കൂട്ടായ്മകളെയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതിന് ഒരു വിടുതൽ നമുക്ക് ലഭ്യമാകുന്നത് യേശു രക്ഷകനിൽ കൂടെയാണ് എന്നീ വാക്യം വളരെ വ്യക്തമായി പറയുന്നു. യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വസിക്കുക. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചതുപോലെ ക്രിസ്തുവേശുവിൽ വസിക്കുന്നു എങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ നമ്മിലും ദൈവ സാന്നിധ്യം, ദൈവശക്തി, ദൈവ കൃപ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ പണിയപ്പെടുന്ന ആലയമായിരിക്കും സഹസ്രാബ്ദി ആലയം. ഹല്ലേലൂയ സ്തോത്രം. ആ ആലയത്തെ പറ്റി ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ഒരു 10 ക്ലാസ് ഈ ആലയത്തെ പറ്റി എടുത്താലും ഹല്ലേലൂയ തീരുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇതാണ് 12-13 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് കാണുന്ന ലോകത്തിന്റെ അവസ്ഥയല്ലായിരിക്കും ഹല്ലേലൂയ സ്തോത്രം എന്റെ ചിന്ത. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂമിയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിട്ട് ഭൂഖണ്ഡങ്ങൾ വിഭാഗിക്കപ്പെട്ടതെല്ലാം ഒന്നായി മാറ്റപ്പെടുകയും ഹല്ലേലൂയ സ്തോത്രം
ആകാശത്ത് ഇന്നുള്ളതായ പ്രകൃതിക്ക് വ്യത്യാസം വരത്തക്കവണ്ണം അതിനൊക്കെ വാക്യങ്ങൾ യെശയ്യാ പ്രവചനത്തിലൊക്കെ ഉണ്ട്. ആ വാക്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെതായിട്ടുള്ള ആത്മീക അർത്ഥം വെളിപ്പെടുത്തിയും അതിന്റെ പ്രാവചനിക അർത്ഥവും വെളിപ്പെടുത്തിയാൽ ദിവസങ്ങളോളം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അനുഗ്രഹപൂർണമായ അവസ്ഥയിലേക്ക് ഒരു സഹസ്രാബ്ദ വാഴ്ച ഉണ്ടാകുകയും ആ സഹസ്രാബ്ദ വാഴ്ചയിൽ യഹോവയുടെ ആലയം, ഹല്ലേലൂയ സ്തോത്രം, യെരൂശലേമിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഈ യഹോവയുടെ ആലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഇസഖിയേൽ പ്രവചനം ഞാൻ ഓർപ്പിച്ചുവല്ലോ, 40-ാം അധ്യായം മുതൽ 47-ാം അധ്യായം വരെ ഈ ആലയത്തെ പറ്റിയാണ് വ്യക്തമായ വിശദീകരണം ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. സഹസ്രാബ്ദ ആലയത്തെ പറ്റിയാണ്. ഹല്ലേലൂയ 1 by 1 അതിന്റെ വാതിലുകൾ, അതിന്റെ ഗോപുരങ്ങൾ, അതിന്റെ അകത്തെ പ്രാകാരങ്ങൾ, പുറത്തെ പ്രാകാരങ്ങൾ, പുരോഹിതൻ താമസിക്കേണ്ട സ്ഥലം, ഇതെല്ലാം വ്യക്തവും കൃത്യവുമായി യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായം മുതൽ 47-ാം അധ്യായം വരെ പറയുന്നുണ്ട്. പഠിക്കേണ്ടവർക്ക് ഈ അധ്യായങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുവാനായിട്ട് സാധിക്കും. 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചോണം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ റെഫറൻസ് മാത്രമേ പറയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പുരുഷ മുള, ആ മുളയെയാണ് ഇസഖിയേൽ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ആലയത്തെ പറ്റി പറയുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ ഒരു പുരുഷ മുളയെ അവിടെ കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ആ പുരുഷമുള്ളയാണ് യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായം മുതൽ 47-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്നതായ സഹസ്രാബ്ദ ആലയം പണിയുന്ന വ്യക്തി. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം എന്ത് ആഗ്രഹിച്ചുവോ അതിന്റെ പൂർണ്ണത ക്രിസ്തുയേശുവിൽ കൂടെ പൂർത്തീകരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുറെ പ്രവചനങ്ങൾ പഠിച്ചതുകൊണ്ടോ ഇതുകൊണ്ടോ അല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കാതലായിട്ടുള്ള കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തൊന്ന് ആഗ്രഹിച്ചുവോ അതിതുവരെയും നടക്കാതെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ തേജസ്സിൽ പുരുഷമുള്ള അഥവാ മനുഷ്യമുള്ളയായി വന്ന് അത് നിവർത്തീകരിക്കുന്നു. നമ്മളിൽ പൂർത്തീകരിക്കപ്പെടാത്തതായ കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്നുപോലെ കർത്താവേ അടിയനിത എന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ പൂർത്തീകരിക്കുന്നത് വെളിവായി കാണും. അത് വിടുതലിനോടുള്ള ബന്ധത്തിൽ, അത് അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ, അത് ആരാധനയോടുള്ള ബന്ധത്തിൽ, പരമപ്രധാനമായി ദൈവിക കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ. 40-ന്റെ 3 അതാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 44-ന്റെ 15 ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സാദോക്യ പുരോഹിതന്മാരായിരിക്കുമെന്ന് കാണുവാൻ സാധിക്കുന്നു. അബ്യാഥാർ പുരോഹിതന്മാർ, ഹല്ലേലൂയ സ്തോത്രം, ആലയത്തിൽ 2 പുരോഹിത ഗ്രൂപ്പുകളെ, മഹാപുരോഹിത ഗ്രൂപ്പുകളെ ഹല്ലേലൂയ സ്തോത്രം നാം ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. 1 അബ്യാഥാർ, 2 സാദോക്യർ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്യാഥാർ ഹല്ലേലൂയ സ്തോത്രം പുരോഹിതന്മാരാണ്. ഏലിയുടെ മക്കൾ അബ്യാഥാറിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ പാപത്തിൽ വീണതുകൊണ്ടും ഹല്ലേലൂയ യഹൂദന്മാർ, ദൈവവചനത്തിൽ പറയുന്നത് ഞാൻ അങ്ങ് പറയുകയാണ്, ഹല്ലേലൂയ യഹൂദന്മാർ പാപത്തിൽ വീണപ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കാതെ അവരോടൊത്ത് അബ്യാഥാർ ഭാഗങ്ങൾ വീണുപോയതുകൊണ്ട് സഹസ്രാബ്ദ വാഴ്ചയിൽ അവരെ ഹല്ലേലൂയ അവരുടെ തലമുറയെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കാതെ യഹൂദന്മാർ പിന്മാറിയിരുന്ന സന്ദർഭത്തിൽ ദൈവത്തെ നിലനിന്ന് ശുശ്രൂഷിച്ചതായ സാദോക്യരായിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. 44-ാം അധ്യായം യെഹെസ്കേൽ പ്രവചനം. 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആലയത്തിലെ സഹസ്രാബ്ദ നദിയാണ്. ഹല്ലേലൂയ സഹസ്രാബ്ദ ആലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സഹസ്രാബ്ദ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും
ഒരു ജീവജല നദി ഒഴുകുകയാണ്. ഈ നദി കിഴക്കോട്ടെ പോയിട്ട് അത് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് മെഡിറ്ററേനിയൻ കടലിലേക്കും ചാവുകടലിലേക്കും വന്നിട്ട് ദേശത്തെല്ലാം വ്യത്യാസം വന്ന് ഇന്ന് കാണുന്ന പലസ്തീൻ നാടിനെ ആകമാനം ഒരു വ്യത്യാസമുണ്ടായി. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർണ്ണത എന്തൊന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞുവോ അത് യേശുക്രിസ്തുവിൽ കൂടെ നിവൃത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സഹസ്രാബ്ദി ആലയത്തിലെ ഒരു പ്രത്യേകത, ആദ്യം അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. യേശു രക്ഷകൻ അവിടെ ലിറ്ററലി ഉണ്ടായിരിക്കും. ഇന്ന് നാം വിശ്വാസത്താൽ കാണുന്നു. സഹസ്രാബ്ദി ആലയത്തിൽ നാം വ്യക്തിപരമായി കാണുന്നു അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ. രണ്ടാമതായി നാം ചിന്തിച്ചത് അവിടെ സഹസ്രാബ്ദ നദി, ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിന്തിക്കുക, നമ്മുടെ വീടിന്റെ ഉമ്മരപ്പടി എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ കീഴ്വശമാണ് പറയുന്നത്. ആ കീഴ്വശത്തൂടെ ഒരു വലിയ നദി ഒഴുകുന്നു എങ്കിൽ നമ്മുടെ വീടിന് ഉറപ്പ് വല്ലതും ഉണ്ടാകുമോ? ഒരുറപ്പുമില്ല. നമ്മൾ ആരെങ്കിലും ഒരു വീട് മേടിക്കാനായിട്ട് ചെല്ലുന്നു. ആ വീട് മേടിക്കാൻ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അടിയിൽ കൂടെ ഹല്ലേലൂയ ഒരു വെള്ളം ഒഴുകുന്നു എങ്കിൽ നാം പറയും ഇവിടെ ഫ്ലഡ് പ്രോബ്ലം ഉണ്ട്, ഇത് നമ്മൾ മേടിക്കരുത്, ഇത് എന്നാ താഴെ വീഴുന്നെന്ന് അറിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ ആ വീട് മേടിക്കത്തില്ല. അങ്ങനെ ഒരവസ്ഥയായിരിക്കും നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകപ്രകാരം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ലിറ്ററലി സഹസ്രാബ്ദി ആലയത്തിന്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ആലയത്തിന്റെ ഹല്ലേലൂയ ഫ്രണ്ട് എന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്കോട്ടെ ദർശനമാണ്. പടിഞ്ഞാറാണ് അതിപരിശുദ്ധ സ്ഥലം. കിഴക്കോട്ട് തിരിഞ്ഞ് ആരാധിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അത് ദൈവവചനപ്രകാരം തെറ്റാണ്. ദൈവവചനപ്രകാരം അത് പറയുന്നത് അവർ കിഴക്കോട്ട് നിന്ന് ആരാധിച്ചത്, സൂര്യനെ ആരാധിച്ചു, അത് പാപമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ ദൈവവചനപ്രകാരം ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടാകയാൽ ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം പടിഞ്ഞാറാണ്. ആലയത്തിന്റെ പരിപരിശുദ്ധ സ്ഥലത്താണ് ദൈവ തേജസ് ഇറങ്ങി വന്ന് നിൽക്കുന്നത്. വാസ്തവത്തിൽ നോക്കി ആരാധിക്കണമെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി എന്ന് ആരാധിക്കേണ്ട. ദൈവവചനപ്രകാരം ഒരു യഹൂദൻ ദൈവത്തിന്റെ തേജസ് കാണത്തക്കവണ്ണം കിഴക്കുകൂടെ കടന്നു വന്നിട്ട് പടിഞ്ഞാറോട്ട് നോക്കി നിന്നാണ് ആരാധിക്കേണ്ടത്. ദൈവവചനപ്രകാരം കിഴക്ക് നോക്കി ആരാധിക്കുന്നത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിന് അനുകൂലമായിട്ട് അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. കിഴക്ക് നിന്നും ഒഴുകി വരുന്നതായ അവിടെയാണ് ഫ്രണ്ട് പ്രോച്ച്. അതിൽ കൂടെയാണ് ഈ ജീവജല നദി ആലയത്തിന്റെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്നത്, ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്നത്. ഹല്ലേലൂയ ചില വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം ഹല്ലേലൂയ സ്തോത്രം ശിലോഹാം കുളത്തിൽ നിന്നും കൊണ്ടുവരുന്നതായ വെള്ളം യഹോവയുടെ ആലയത്തിൽ കൂടെ വന്നിട്ട് ഉമ്മരപ്പടിയുടെ കീഴിൽ കൂടെ അത്ഭുതകരമായി ദൈവത്തിന്റെ ആത്മാവെ ഒഴുക്കിക്കൊണ്ടുവരുന്നു എന്നാണ് ചിലർ പറയുന്നത്. വി ഡു നോട്ട് നോ, വി വിൽ സീ. ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് കൂടെ സഹസ്രാബ്ദി ആലയത്തിൽ നാം യെരൂശലേമിൽ ഇരിക്കുമ്പോൾ നാം ഇത് നന്നായി മനസ്സിലാക്കും എങ്ങനെയാണെന്ന്. ഇന്ന് ഞാൻ പറയുന്നത് ചിലപ്പം ശീലോഹാംകുളത്തിലെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പം തെറ്റിപ്പോയെങ്കിൽ പറയാതിരിക്കുന്നത് നല്ലത്. വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. എന്നാൽ ആ മെസ്സേജ് ഇന്ന് രാത്രിയിൽ പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം ശിലോഹാം കുളത്തെ പറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഉണ്ട്. അത് ഹല്ലേലൂയ പറയുകയല്ലല്ലോ, സക്കറിയ പ്രവചനം പഠിക്കുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പണിയുന്ന ആലയത്തെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ഈ വെള്ളം ഒഴുകി മുമ്പോട്ട് വീഴുകയാണ്. ഹല്ലേലൂയ നമുക്കറിയാം 1000 മുഴം അളന്നപ്പോൾ നരിയാളിയോളമായി, പിന്നെ 1000 മുട്ടോളമായി, പിന്നെ അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു വലിയ നദിയായി തീർന്നു. ഈ ആലയത്തിൽ നിന്നും ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. നാം ചിന്തിച്ചു വരുന്നത്, ഇങ്ങനെ ഒരു വീട് നാം കണ്ടാൽ അല്ലെങ്കിൽ ഒരു വലിയ പാലസ് നമ്മൾ കണ്ടാൽ നമ്മൾ മേടിക്കുമോ? നമ്മൾ ആരും മേടിക്കത്തില്ല. കാരണം ഫ്ലഡ് പ്രോബ്ലം ഉണ്ടെന്ന് പറയും നമ്മൾ മാറിപ്പോകും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യെരൂശലേം ദേവാലയത്തിന്റെ സ്ഥിരതയും യെരൂശലേം ദേവാലയത്തിന്റെ അനുഗ്രഹവും യെരൂശലേമിന്റെ അനുഗ്രഹവും
ചുറ്റുമുള്ള ശാപം മാറിപ്പോകുന്നതും ഈ വെള്ളം ഒഴുകി വരുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ലോകക്കാർ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ കാണുന്നതാണ് ഞാൻ പറയുന്നത്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകിയാൽ നമ്മളിൽ നിന്നും ഒഴുകി വരുന്ന ജീവജല നദിയാണ് ഈ ചുറ്റുപാടുമുള്ള ശാപത്തെ എടുത്തു മാറ്റുന്നത്. ഈ സഹസ്രാബ്ദ നദി ഒഴുകിച്ചെന്നാണ് ചാവുകടലിലേക്ക് വീണ് അത് പഥ്യമായി തീർന്ന് അവിടുത്തെ മാലിന്യങ്ങളെല്ലാം മാറി അവിടെ അനേക മത്സ്യങ്ങൾ ഉണ്ടാകത്തക്കവണ്ണമുള്ള അനുഭവം ഉണ്ടാകുന്നു. മെഡിറ്ററേനിയൻ കടൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അവിടെയുള്ള മരുഭൂമികളെല്ലാം ഉദ്യാനമായി മാറ്റപ്പെടുന്നു. ദേശത്തെ ശാപമെല്ലാം മാറുന്നത് ഈ നദി ഒഴുകി വരുന്നത് കൊണ്ടാണ്. ജീവജല നദി ദൈവത്തിന്റെ ആലയത്തിൽ നിന്നൊഴുകുന്നത് അതൊരു അനുഗ്രഹമാണ്. ലോകപ്രകാരമല്ല ദൈവത്തിന്റെ ആലയത്തെ നാം കാണേണ്ടത്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു എങ്കിൽ നമ്മൾ കൂടെ നമ്മുടെ ചുറ്റുപാട് അനുഗ്രഹം അനുഭവിക്കണം എങ്കിൽ ജീവജല നദിയാകുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉദരം നിറഞ്ഞ് നമ്മുടെ അധരത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം. അന്യഭാഷ പറയുന്ന കാര്യം മാത്രമല്ല ഞാനീ പറയുന്നത്. അത് അതിന്റെ ഒരു ചെറിയ 1% മാത്രമേ ഉള്ളൂ. ബാക്കി 99% എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ കൃപകൾ. ഹല്ലേലൂയ, ഇത് നമ്മുടെ ചുറ്റുപാടും വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നും നാം ദൈവമക്കളാകുന്നുവെന്നും നമ്മൾ കൂടെ നമ്മുടെ കൂട്ടുകാർ, നാം ജോലി ചെയ്യുന്ന സ്ഥലം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ വീട്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നാം ആരാധിക്കുന്ന ആരാധനാ സ്ഥലം, നാം പാർക്കുന്ന സിറ്റി അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെ ഏതൊരു ഭക്തൻ ഉണ്ടായിട്ടുണ്ടോ ഹല്ലേലൂയ സഭാചരിത്രം പഠിക്കുമ്പോൾ അവരിൽ കൂടെ ദൈവം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കക്കാരനായ കാബു ഹല്ലേലൂയ സാമുവൽ മോറിസ് എന്നറിയപ്പെടുന്ന ആ വ്യക്തി ഹല്ലേലൂയ സ്തോത്രം, ആ വ്യക്തിയിൽ കൂടെ എവിടെയെല്ലാം ആ വ്യക്തി പോയിട്ടുണ്ടോ ആ വ്യക്തിയിൽ കൂടെ ദൈവ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാരണവുമല്ല ഹല്ലേലൂയ അവനിൽ പരിശുദ്ധ ആത്മാവ് ഒഴുകി എന്നുള്ളതാണ്. പരിശുദ്ധ ആത്മാവ് നിരന്തരമായി ഏതൊരുവനിൽ ഒഴുകുന്നുവോ അവരിൽ കൂടെ അനുഗ്രഹമുണ്ടാകും. അവരുടെ വീട് അനുഗ്രഹം പ്രാപിക്കും, അവരുടെ ചുറ്റുപാട് അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ ജനം, എഗെയിൻ ഞാൻ പറയുന്നു, അന്യഭാഷയ്ക്ക് ഞാൻ എതിരല്ല. ഞാൻ വളരെ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിൽ കൂടെ ഒഴുകുന്നതായ ആത്മാവിന്റെ നിറവിന്റെ ഒഴുക്കെന്ന് പറയുന്നത് അന്യഭാഷ മാത്രമല്ല, അത് ജസ്റ്റ് 1% എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ കൃപകൾ, ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ പ്രവർത്തനം, ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഹല്ലേലൂയ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കാണും. നമ്മുടെ അധരങ്ങളിൽ കൂടെ ഒഴുകുമ്പോൾ നമ്മുടെ നാവിൽ കൂടെ, നമ്മുടെ കണ്ണിൽ കൂടെ, നമ്മുടെ കേൾവിയിൽ കൂടെ, നമ്മുടെ സ്പർശനങ്ങളിൽ കൂടെ, നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കൂടെ പരിശുദ്ധ ആത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ ഒഴുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടാകണം. ഇതുണ്ടാകാതിരിക്കുവാൻ സാത്താൻ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ദൈവസഭയെ മുടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭ വീണ്ടും ഈ അനുഭവത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ ദൈവസഭയിൽ കൂടെ ഈ ലോകം വിടുവിക്കപ്പെടുകയുള്ളൂ, ഈ ലോകം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നാം ലോകത്തിന്റെ ഉപ്പായി മാറുകയുള്ളൂ, നാം ലോകത്തിന്റെ വെളിച്ചമായി മാറുകയുള്ളൂ. ഞാൻ ഈ 2 വാക്യങ്ങൾ ഹല്ലേലൂയ എടുത്തുകൊണ്ട് ഹല്ലേലൂയ 3-4 ദിവസത്തോളം ഇത് തന്നെ പറയുവാനുള്ള കാരണം, that's what I fully believe. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞാൻ കരയുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പരമപ്രധാനമായ കാര്യമാണ്. എടുത്ത് ഞാനിത് പറയുന്നത്. ദൈവജനമേ, ഈ അവസ്ഥയിലേക്ക് ഏതൊരുവൻ
ഏതൊരുവൾ കടന്നു വരുമോ ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കും. ജീവന്റെ ഒഴുക്ക് നമ്മുടെ അധരത്തിൽ കൂടെ, നമ്മുടെ കണ്ണുകളിൽ കൂടെ, നമ്മുടെ കാതുകളിൽ കൂടെ, നമ്മുടെ സ്പർശനങ്ങളിൽ കൂടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മളിൽ ആ പരിശുദ്ധ ആത്മാവ് ഒഴുകിയില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആലയമാണ്. സഹസ്രാബ്ദ ആലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ആലയം ജീവനുള്ള ആലയമാണ്. കാര്യമെന്നാ? ജീവജല നദി അതിനകത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ജീവജല നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ഞാനൊരു തത്വങ്ങൾ പറയുകയല്ല, യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം മുതൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒരു ഭക്തന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അവനിൽ കൂടി ഒഴുകുന്ന ജീവജല നദിയാണ്. പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനത്തിനോ ദൈവസഭ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. 70% 50% 90% 99% 100% ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു വ്യക്തി യൂക്കോണിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ഓക്ലഹോമ സിറ്റിയിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി അമേരിക്കയിലുണ്ടെങ്കിൽ, ആ വ്യക്തിയെ കൊണ്ട് ദൈവം അമേരിക്കയെ നേടാൻ പോകുകയാണ്. ആ വ്യക്തിയെ കൊണ്ട് ദൈവം യൂക്കോണിനെ നേടുവാൻ പോകുകയാണ്. ആ വ്യക്തിയെ കൊണ്ട് ദൈവം ആ കൂട്ടായ്മയെ നേടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ യത്നങ്ങളൊക്കെ പലപ്പോഴും നാം തളർന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ കൈകളും കാലുകളും എല്ലാം കുഴഞ്ഞു പോകും. കുഴഞ്ഞ കൈയും തളർന്ന കാലും ഒക്കെ, കൈകളും ഒക്കെ, മുഴങ്കാലും ഒക്കെ ഒന്ന് നിവർക്കുവാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുന്നതാണ് നമ്മളിൽ നിന്നൊഴുകി വരുന്ന ജീവജല നദി. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഹല്ലേലൂയ. ഒരു വലിയ ജീവൻ പ്രാപിക്കുന്ന അനുഭവം. നാം സ്ട്രീറ്റിൽ കൂടെ ഈ അനുഭവത്തിൽ കൂടെ നടന്നാൽ മതി, പരിശുദ്ധ ആത്മാവ് ഒഴുകിച്ചെല്ലും. 19-ാം നൂറ്റാണ്ടിലൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, ചാൾസ് സ്പർജന്റെയും ഹല്ലേലൂയ, സ്തോത്രം, ഒക്കെയും മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, ജനം വീണ് കിടന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ചാൾസ് ഫിന്നിയുടെ മുമ്പിൽ ഹല്ലേലൂയ, അന്ന് ഡ്രഗ് അഡിക്ട്സ് ആണ്, ഇന്നത്തേനെക്കാട്ടി വേഴ്സാണ്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് കമ്പനികളിലൊക്കെ, അമേരിക്കൻ കമ്പനികളിലൊക്കെ 12 മണിക്കൂറാണ് ജോലി. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഭൂരിപക്ഷം ആൾക്കാരും മദ്യപാനികളാണ്. മദ്യപിച്ച് ഹല്ലേലൂയ, സ്തോത്രം ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മോറൽ എത്തിക്സും ഇല്ലാതിരുന്നതായ കാലത്തെ ഹല്ലേലൂയ, അവർ ഈ സ്ട്രീറ്റുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ പാപി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വീഴുന്നതിന്റെ കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. ഒന്നും പ്രസംഗിക്കാതെ വീഴുന്നതിന്റെ കാരണം എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ ഒഴുകിക്കൊണ്ടിരുന്ന ജീവജല നദിയാണ്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്. പ്രസംഗത്തിന്റെ ഭോഷത്വമാണ്, പ്രസംഗത്തിന്റെ പ്രബലത കൊണ്ടോ പ്രസംഗത്തിന്റെ ഔന്നത്യം കൊണ്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസിന്റെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതിന് നാം കരയണം. അതിന് നാം നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളിലുള്ള സകല ജഡവും പൊടിച്ച പൊടിയായി, നമ്മളിൽ ഒന്നുമില്ലാതെ, നമ്മളിൽ യേശു പൂർണ്ണമായി ഹല്ലേലൂയ, സ്തോത്രം. യേശു തമ്പുരാൻ യോഹന്നാൻ ശ്രാവകനെ പറ്റി പറയുന്നു, അല്പനേരത്തേക്ക് പ്രകാശിച്ച വിളക്ക്. ആ ഒരു ജ്വലനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ യോഹന്നാനെ പോലെ ഞാനോ കുറയണം, നീയോ വളരണമെന്നുള്ള ആ അനുഭവത്തിലേക്ക് കടന്നു വരേണം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരു കാര്യം കൂടി, 40 സ്തോത്രം 8-ാം അധ്യായത്തിന്റെ യെഹെസ്കേൽ പ്രവചനം 48-ന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്. യെഹെസ്കേൽ പ്രവചനത്തിന് 48 അധ്യായമാണ്. അതിന്റെ 35-ാം വാക്യം ലാസ്റ്റ് വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: നഗരത്തിന് യഹോവ ശമ്മ എന്ന പേരാകും. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് യഹോവ ശമ്മ എന്ന പേരിന്റെ അർത്ഥം യഹോവ അവിടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ഒരു പുരുഷൻ അവിടെ. ഹല്ലേലൂയ. സഹസ്രാബ്ദ നദി അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പ്രസൻസ് അവിടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസൻസ് കാണണമെങ്കിൽ 43-ാം അധ്യായത്തിൽ നോക്കിയാൽ മതി. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും.
വീണ്ടും അവസാനം ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യഹോവ ശമ്മ, യഹോവ അവിടെ. The whole world is going to change when the center of the world possesses the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഭൂമിയുടെ മധ്യഭാഗത്ത് നിറഞ്ഞു കവിയുമ്പോൾ എല്ലാ ലോകവും ജാതികളെല്ലാം അവിടേക്ക് ഒഴുകി ചെല്ലുമെന്നാണ് ദൈവവചനം പറയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, 7-ാം അധ്യായം പഠിപ്പിക്കുവാൻ എന്റെ മുമ്പിൽ സമയമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഈ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ സ്വല്പം കൂടെ ചിന്തിപ്പാൻ നമുക്ക് ഇടയായല്ലോ. ഞാൻ ഇനിയും കുറെ കൂടെ പഠിപ്പിച്ചാലും തീരാതെ വണ്ണം എനിക്ക് വളരെ വളരെ സന്തുഷ്ടി നൽകുകയും എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന വാക്യമാണ് ഹല്ലേലൂയ സെക്കറിയ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹല്ലേലൂയ സ്തോത്രം. 7-ാം അധ്യായം മുഴുവനും ഹല്ലേലൂയ സ്തോത്രം ഇന്ന് വായിക്കുവാനോ പഠിക്കുവാനോ വായിച്ചുവല്ലോ. അതിന്റെ സംക്ഷിപ്തം ഞാൻ ഇവിടെ പറയാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ആഴ്ചയിൽ നമുക്കത് സുദീർഘമായി പഠിക്കുവാൻ കർത്താവ് കൃപ തരും. ഹല്ലേലൂയ സ്തോത്രം. 7-8 അധ്യായങ്ങൾ ഒന്നിച്ച് പോകുന്നതാണ്. സെക്കറിയ പ്രവചനത്തെ 4ആയിട്ട് വിഭജിച്ച് പഠിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ 2ആയിട്ട് വിഭജിച്ച് പഠിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 4ആയിട്ട് വിഭജിച്ച് പഠിക്കുന്നവർ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ 1-ാം വിഭാഗവും, 2-ാം വിഭാഗം 7, 8 അധ്യായവും, 3-ാം വിഭാഗം 9, 10, 11 അധ്യായവും, 4-ാം വിഭാഗം 12, 13, 14 അധ്യായവുമാണ്. എന്നാൽ 2ആയിട്ട് വിഭാജിക്ക് പഠിക്കുന്നവർ 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ഒരു വിഭാഗവും, ആ ഒരു വിഭാഗത്തിന് വേറെ ഒരു ഉപവിഭാഗം ഇട്ടിട്ട് 7, 8 അധ്യായങ്ങൾ ആ 1-ാം ഭാഗത്തിന്റെ ഉപവിഭാഗവും, 2-ാം ഭാഗം 9 മുതൽ 14 വരെയും അതിനെ വേറെ ഒരു ഉപവിഭാഗം ഇട്ടിട്ട് 9 മുതൽ 11 വരെ ഒരു ഉപവിഭാഗവും, 12 മുതൽ 14 വരെ വേറൊരു ഉപവിഭാഗവും, അങ്ങനെ 2ആയിട്ട് വേർതിരിച്ച് പഠിക്കുന്നവരും ഉണ്ട്. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നതായ സന്ദർഭത്തിൽ ദാരിയാബേശ് രാജാവിന്റെ 4-ാം ആണ്ട് സിക്ലേവ് മാസം ഹല്ലേലൂയ 9-ാം തീയതി ഹല്ലേലൂയ സിക്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സെക്കറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇത് നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ പ്രവാചകനെ കിട്ടിയ 6-ാം അധ്യായം വരെയുള്ള 8 ദർശനങ്ങൾ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 7-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും പ്രവചന ദൂതുകൾ ലഭിച്ചത് എന്ന് കാണുവാൻ സാധിക്കുന്നു. 6 അധ്യായങ്ങളിൽ 8 ദർശനങ്ങൾ കാണുകയും ഈ ദർശനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ദൂതന്മാരിൽ കൂടെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. 7-ാം അധ്യായവും 8-ാം അധ്യായത്തിലും പ്രവാചകൻ ദർശനങ്ങൾ കാണുന്നില്ല. പ്രത്യുത വിഷയങ്ങളുടെ മേൽ ദൈവിക അരുളപ്പാടുകൾ, ദൈവിക ഗുണപാഠങ്ങൾ പരിശുദ്ധ ആത്മാവിനാൽ ഗ്രഹിക്കുകയും അത് പ്രവചന അർത്ഥത്തിലും അത് പ്രവർത്തന അർത്ഥത്തിലും ജനത്തിന് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് 7, 8 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻസപ്പറബിൾ ആണ്. 7, 8 അധ്യായങ്ങൾ വിഘടിച്ച് പഠിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തന്നെയും പൂർണ്ണ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ 8-ാം അധ്യായത്തിലേക്ക് വന്നെങ്കിലേ 7-ാം അധ്യായത്തിലെ പൂർണ്ണ അർത്ഥം ഗ്രഹിക്കത്തുള്ളൂ. 8-ാം അധ്യായത്തിലെ പൂർണ്ണ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ 7-ാം അധ്യായം പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ഹല്ലേലൂയ സ്തോത്രം 7-ാം അധ്യായത്തിൽ. 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഉപവാസത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ബഥേൽക്കാർ കൊണ്ടുവരുന്നതായ ഒരു ചോദ്യത്തിന്റെ, ഒരു പ്രയാസത്തിന്റെ, അവർ പ്രവാചകന്മാരോടും പുരോഹിതന്മാരോടും ആരായുന്ന ആവശ്യത്തിന്റെ, ആ ചോദ്യത്തിന്റെ
ഉത്തരമായി ദൈവത്തിന്റെ പരിശുദ്ധ അവർക്ക് ഗുണദോഷമായി നൽകുന്നതായ ഗുണപാഠവും ഉപദേശവുമാണ് 7-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഈ ഉപദേശങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത ബേഥേൽക്കാരോടും യഹൂദന്മാരോടും ദൈവത്തിന്റെ മനസ്ഥിതി മാറ്റിയിട്ട് അവരെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹദൂതാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 7-8 അധ്യായങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിന്റെ സംക്ഷിപ്തം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 7-ാം അധ്യായത്തിൽ മെയിൻലി ഉപവാസത്തോടുള്ള ബന്ധത്തിലും 8-ാം അധ്യായത്തിൽ ഉപവാസവും ഉത്സവത്തോടുള്ള ബന്ധത്തിലായിരിക്കും നാം പഠിക്കേണ്ടത്. ഈ 2 അധ്യായങ്ങൾ മറ്റ് 8 ദർശനങ്ങൾ പഠിച്ചതിനേക്കാൾ ഫാസ്റ്റായിട്ട് പഠിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ഇതിനകത്ത് ദർശനങ്ങളില്ല, പ്രവചന ദൂതും ഉപദേശങ്ങളും മാത്രമേ ഉള്ളൂ. ഇതെന്താകുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ദർശനങ്ങളെ വ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് 6 അധ്യായങ്ങളെക്കാൾ പെട്ടെന്ന് 7-8 അധ്യായങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കും. അത് ഒരാഴ്ച കൊണ്ട് ഭൂരിപക്ഷം പഠിക്കാം. അടുത്ത ആഴ്ചയും 7-ാം അധ്യായം ചൊവ്വാഴ്ചയും 8-ാം അധ്യായം ബുധനാഴ്ചയും പഠിച്ചു തീർക്കുവാൻ സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധാത്മാവിന്റെ ഹിതം പോലെ ആയിരിക്കുമാറാകട്ടെ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുമ്പിലുള്ള സമയം തീർന്നു പോയല്ലോ. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് അപേക്ഷിക്കുകയാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നമ്മളിൽ നിന്നും ജീവജല നദി ഒഴുകേണ്ടതിന്, പരിശുദ്ധ ആത്മാവ് നമ്മളിൽ കൂടി ഒഴുകേണ്ടതിനും, നാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി തീരേണ്ടതിനും, ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറ്റപ്പെടേണ്ടതിനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കുമോ? കർത്താവേ, ഞാനൊന്ന് കുറയണം, നീ എന്നിൽ വളരണം നാഥ. അവിടുത്തെ ജീവന്റെ ആത്മാവേ, ഹല്ലേലൂയ, ഈ വ്യക്തിയായ എന്നിൽ കൂടെ ഒഴുകുവാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നുവെന്ന് ആരെ പ്രാർത്ഥിക്കും? ആരെ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു തരുന്നു. അതിനുവേണ്ടി 1-2 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സമയമാണ്. താങ്ക് യു. Hallelujah. Stotram Kartave, Adiyan Kartave, I am the temple of the living God. Hallelujah. Let the living water of Jesus, hallelujah, flow through me. Hallelujah. Flow through my family. Hallelujah. Let the work of the Holy Spirit, Lord, hallelujah, be revealed to us. Hallelujah. Lord, help us to shine for you and be a light for Jesus. Hallelujah. I submit myself and my family into your hand. Hallelujah. Please pray for us. Thank you. ജീവജലത്തിന്റെ നദി എന്നിൽ കൂടി ഒഴുകി ഞാൻ കുറയുവാൻ എൻ്റെ കർത്താവ് എന്നിൽ വളരുവാനും എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവജലത്തിന്റെ നദി എന്നിൽ കൂടി എൻ്റെ കുഞ്ഞുങ്ങൾ കൂടി ഒഴുകാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യം. ജീവജലത്തിന്റെ നദി എന്നിൽ കൂടി, എൻ്റെ കുടുംബത്തിൽ കൂടി, എൻ്റെ തലമുറകളിൽ കൂടി ഒഴുകി ജ്വലിച്ച് പ്രകാശിപ്പാൻ തക്കവണ്ണം എന്നെ കുടുംബമായി താഴ്ത്തിയേൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ ആലയത്തിൽ ആവശ്യമായ അവിടുത്തെ ജീവജല നദി, അവിടുത്തെ പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരത്തെ പറ്റി ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഏഴകൾക്ക് ഇടയാക്കിയല്ലോ നാഥ. സഹസ്രാബ്ദ ആലയം അവിടുന്ന് പണിയുന്നതായ സന്ദർഭത്തിൽ
ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ഒഴുകി വരുന്നതായ ജീവജല നദിയാൽ ദേശം ശുദ്ധീകരിക്കപ്പെടുകയും സകല ശാപവും മാറി ജീവനും ശക്തിയും അനുഗ്രഹവും സൗഖ്യവും സർവ്വലോകത്തിലും വ്യാപരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ആലയമാകുന്ന ഏഴകളിൽ കൂടെ അവിടുത്തെ ആത്മാവ് അവിടുത്തെ വാഗ്ദത്ത പ്രകാരം പൂർണ്ണമായി ഒഴുകി ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ കൂടെ, ഞങ്ങളുടെ ഇച്ഛാശക്തികളിൽ കൂടെ ഒക്കെയും വ്യാപരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഞങ്ങളുടെ ഉള്ളത്തിൽ നിറച്ച്, ഞങ്ങളുടെ ശരീരത്തിൽ നിറച്ച്, ഞങ്ങളുടെ ആത്മാവിൽ നിറച്ച്, ഹല്ലേലൂയ, ദേശത്തിന് അനുഗ്രഹമായി, രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് അനുഗ്രഹമായി, ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹമായി, തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുകയും ജീവജല നദി ഹല്ലേലൂയ വ്യക്തിപരമായി, ഹല്ലേലൂയ സ്തോത്രം, കുടുംബപരമായി, ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട അവിടുത്തെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുകയും അവിടുത്തെ പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരം അവരിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഓക്ലഹോമ പ്രയർ ലൈനിലെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഹല്ലേലൂയ ഇന്റർസീഡിംഗ് പ്രയർ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പട്ടണത്തിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, സകല ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, സർവഭൂമിയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തൊന്ന് ദൈവസഭയെപ്പറ്റി അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അതിനായി ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ ദർശനം, വെളിപ്പാട്, അവിടുത്തെ ആലോചന ആത്മാവിൽ പ്രാപിപ്പാനും പ്രഭാതത്തിൽ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ അവിടുത്തെ മുഖശോഭ കണ്ടു ഉണർന്ന് അവന് മഹത്വം കരയേറ്റുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ തണുപ്പുള്ളതായ ഈ കാലത്ത് സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പോക്കിലെ, ഞങ്ങളുടെ വരവിലെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലെ കോളേജുകളിലായിരിക്കും, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ജോലിക്ക് പോകുമ്പോൾ വരുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, ഭവനങ്ങളിലായിരിക്കുമ്പോൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒക്കെയും പ്രൊട്ടക്ഷൻ കർത്താവ് തന്നെ അവിടുത്തെ മഹത്വം ഹല്ലേലൂയ ഞങ്ങളിൽ കൂടെ എടുക്കുകയും തിരുനാമത്തിന് മഹത്വമാക്കി ഞങ്ങളെ തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകൾ കൈക്കൊള്ളുകയും അവിടുന്ന് മഹത്വം എടുക്കുകയും ചെയ്തതിനാൽ സ്തോത്രം. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആയ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പറയണമേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം കേൾപ്പിച്ചതായി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയുടെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. യൂട്യൂബിൽ ഒക്ലഹോമ പ്രയർ ലൈൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അല്ലെങ്കിൽ oklahoma.com എന്ന വെബ്സൈറ്റിൽ കൂടെയും ലഭ്യമാണ്. നാളെ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇംഗ്ലീഷ് സെഷൻ 8:30 മുതൽ 9 വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ മലയാളം സെഷൻ 9 മണി മുതൽ മിഡ്നൈറ്റ് വരെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ ജീവജലത്തിന്റെ നദി നമ്മളിൽ കൂടി ഒഴുകി ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ പ്രയർ ലൈൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. എന്നോടു കൺകരുണ കാട്ടി ആത്മനദി
എന്നിലേക്കും അവനൊഴുക്കി. ആത്മനാഥനോട് തൻ കരുണ കാട്ടി, ആത്മനാഥി എന്നിലേക്കും അവനൊഴുക്കി. ആത്മനാഥി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനാഥി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനാഥി എന്റെ മുത്തോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി. ആത്മനാഥി എന്റെ മുത്തോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങിത്തുടങ്ങി. അത്യന്ത ശക്തിയാലും മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങിത്തുടങ്ങി. ആത്മനാഥി എന്റെ അരയോളമെത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനാഥി എന്റെ അരയോളമെത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല